അപ്പം കോവൽ നമ്മൾ ജൈവ രീതിയിലൊക്കെ കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അതിനു മുമ്പ് കോവലിന് കുറച്ച് പരിചരണങ്ങൾ ഞാൻ ചെയ്തേക്കുന്ന ചെറിയ നൈസായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് ഞാൻ പറഞ്ഞുതരാം. അതിനോടൊപ്പം ഒരു വളം കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ മെയിൻ സ്റ്റെമ്മിനകത്തു നിന്നുള്ള ബ്രാഞ്ചസ്, ചെറിയ ചെറിയ ബ്രാഞ്ചസുകൾ ഒരുപാട് വരും. അതായത് നമ്മുടെ പന്തൽ കയറുന്നതിൻ്റെ താഴെ. അപ്പം ആ ബ്രാഞ്ചസൊക്കെ നമ്മൾ ആദ്യത്തെ വളർച്ചയിൽ ഒരു 1-1.5 മാസം മുറിച്ച് കളയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ സ്റ്റെമ്മിന് നല്ല കനം വയ്ക്കും, നല്ല രീതിയിൽ ഇതിന് വളർച്ച ഉണ്ടാകും ചെയ്യും. അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ വളമിടുമ്പോഴത്തേക്ക് എപ്പോഴും നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് നൈട്രജൻ കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ചാണകം ഉപയോഗിക്കാം, അതുപോലെ തന്നെ കോഴിവളം ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ പച്ചിലയൊക്കെ നമുക്ക് ഇതിനെ ചോട്ടിയിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ പ്രധാനമായിട്ട് ഇപ്പം ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മത്തി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, ഈ മത്തി കഴുകിയ വെള്ളം കുറച്ച് നമ്മൾ അതിൻ്റെ ഇരട്ടിയിലധികം വെള്ളം നമ്മൾ എടുക്കണം. കുറച്ചല്ലേ നമുക്ക് മത്തി കഴുകിയ വെള്ളമൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഒരു ബക്കറ്റിനകത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് മൊത്തം ഒഴിച്ചാൽ തന്നെ ഏകദേശം ഇത്രയും കാണും. അപ്പം നമ്മൾ എത്ര തടമാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് കണക്ക് കൂട്ടി ഒന്ന് മിക്സി എടുക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് വെള്ളം കൂട്ടണം കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തുള്ള ഫിഷ് അമിനോ ആസിഡ് നല്ല രീതിയിൽ ചെടിക്ക് പ്രയോജനപ്പെടും. അതുപോലെ തന്നെ ഈ ചാണകം കണ്ടോ, പച്ച ചാണകം കലക്കിയേക്കുന്നതാണ്. ഈ പച്ച ചാണകവും അതിൻ്റെ കൂടെ നമ്മൾ സ്യൂഡോമോണസും കഞ്ഞിവെള്ളവും പിന്നെ നമ്മൾ ഈ മീൻ കഴുകിയ വെള്ളവും നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു കൊഴുപ്പ് കണ്ടോ. അപ്പം ഈ ഒരു പാത്രത്തിനകത്ത് നമ്മൾ ഒരു പാത്രം വെള്ളം എടുത്തിട്ട് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് ഇത്രയും നമ്മൾ മിക്സ് ചെയ്തിട്ടും ഇതിൻ്റെ കളർ കണ്ടോ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളിവിടെ അടുത്ത വേറെ വാരമൊക്കെ കോരിയിട്ടുണ്ട്. അതിനകത്തെല്ലാം നമ്മൾ അടിവളത്തിന് വരെ ഞാനിതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചാണകം സാധാരണ രീതിയിൽ പച്ചച്ചാണകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ചെയ്യേണ്ട രീതി ഞാൻ വേറൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് മറക്കരുത്. കൃഷി ഇഷ്ടപ്പെട്ടവർ നമ്മുടെ കൂടെ കൂടണം കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദി.